നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജനുവരി 7 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ദമ്പതികൾക്കിടയിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇത് ബന്ധം വഷളാകാനും വേർപിരിയൽ പോലുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങാനും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. അപരിചിതരായ സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ ദോഷാനുഭവങ്ങൾക്കും ധനഹാനിക്കും മാനഹാനിക്കും സാധ്യതയുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ദോഷഫലങ്ങൾ കണ്ടുവരുന്നു. മോശം കൂട്ടുകെട്ടുകൾ വഴി നിയമപരമായ കുരുക്കുകളോ കാരാഗ്രഹവാസമോ വരെ ഉണ്ടായേക്കാമെന്നതിനാൽ ജാഗ്രത പാലിക്കണം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും. മേലധികാരികളിൽ നിന്നും അർഹമായ പ്രീതിയും പ്രോത്സാഹനവും ലഭിക്കും. പുതിയ വാഹനം വാങ്ങാൻ അനുകൂലമായ സമയമാണ്. കുടുംബാംഗങ്ങളോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടനങ്ങൾ നടത്താനും ഇന്ന് യോഗമുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. അടുത്ത ബന്ധുക്കളുടെ വേർപാട് മൂലം മാനസിക വിഷമം അനുഭവപ്പെട്ടേക്കാം. സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ എതിരാളികളായും തീരാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളിലെ രണ്ടർത്ഥങ്ങൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കാൻ ഇടയുള്ളതിനാൽ മിതഭാഷയാകുന്നത് നന്നായിരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. ദീർഘകാലമായുള്ള ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണിത്. സാമ്പത്തികമായി വലിയ ഉന്നതി കൈവരും. ജീവിതത്തിൽ കൂടുതൽ സുഖ സൗകര്യങ്ങളും തൊഴിൽ വിജയവും അനുഭവത്തിൽ വരുന്ന ശുഭകരമായ ദിനമായിരിക്കും ഇന്ന്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ലഹരി വസ്തുക്കളോടുള്ള താല്പര്യവും അന്യസ്ത്രീകളോടുള്ള അമിത താല്പര്യവും വലിയ രീതിയിലുള്ള മാനഹാനിക്കും ധനനഷ്ടത്തിനും വഴിവെച്ചേക്കാം. സ്വഭാവശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്ന സമയമാണിത്. കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. സന്താന ലാഭം, സൽസുഹൃത്തുക്കളുടെ സഹായം എന്നിവ ഇന്ന് പ്രതീക്ഷിക്കാം. കുടുംബത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരവും തേടിയെത്തും. അന്യജനങ്ങളാൽ അറിയപ്പെടാനുള്ള ഭാഗ്യമുണ്ടാകും. അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാനും ഔദ്യോഗിക രംഗത്ത് തിളങ്ങാനും മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ദിനമായിരിക്കും ഇന്ന്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ബാങ്ക് ലോൺ, കടബാധ്യതകൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. വഞ്ചിക്കപ്പെടാനോ ചതിയിൽപ്പെടാനോ ഇടയുണ്ട്. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ ശ്രദ്ധിക്കണം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുമായി വാക്കുതർക്കം ഉണ്ടാകാൻ ഇടയുണ്ട്. കാര്യങ്ങൾ സംയമനത്തോടെ കൈകാര്യം ചെയ്യണം. നിയമപരമായ പ്രശ്നങ്ങളിലോ കേസ് വഴക്കുകളിലോ അകപ്പെടാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ ഇടപാടുകളിലും അതീവ ജാഗ്രത വേണം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സഹപ്രവർത്തകരുമായി വളരെ നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. പുതിയ സ്ഥാനമാനങ്ങൾ തേടിയെത്തുന്ന സമയമാണിത്. പുതിയ ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ ഉയർന്ന സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഉള്ള അനുകൂല സാഹചര്യങ്ങൾ ഇന്ന് ഒത്തുചേരും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഉല്ലാസയാത്രകൾ നടത്താനോ അവസരം ലഭിക്കും. കുടുംബത്തിൽ നിന്നും അപ്രതീക്ഷിതമായ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.